വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലെ 33ാം നമ്പർ അംഗൻവാടിയിൽ നിന്ന് 40 വർഷം സേവനം ചെയ്ത് വിരമിച്ച ലതിക ടീച്ചർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും ആദരവും നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുദേശ് ഉദ്ഘാടനം ചെയ്തു. ഇനി പ്രത്യേകിച്ചൊരു ആദരവ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. മുമ്പും പിൻപും ഇപ്പോഴുള്ള തലമുറയും ഒക്കെ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വേദിയിലും സദസ്സിലുമായിട്ട് അവരങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മുമ്പ് നിരവധിയായിട്ടുള്ള പരിപാടികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു അംഗൻവാടി ടീച്ചർമാരുടെ റിട്ടയർമെൻറ്റിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയധികം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ടീച്ചറുടെ ഇടപെടലുകളും ടീച്ചറുടെ മേന്മകളുമൊക്കെ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടീച്ചർ എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഇത്തരം കൂടുതൽ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതെന്നും അതിന് പ്രാപ്തരായിട്ടുള്ള രീതിയിൽ നമ്മുടെ മക്കളെയൊക്കെ വളർത്തിയെടുക്കുന്നതിനും ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളെ ഇവിടെ എല്ലാവരും കൂടിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇനിയും ഒരുപാട് കർമ്മമണ്ഡലങ്ങളിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും. നമുക്ക് ഇനിയും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും ഇനിയും ഒരുപാട് നന്മകൾ ടീച്ചർക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാൻ കഴിയും. സുനിച്ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു, ഗ്രാമസഭ തൊട്ട് കുട്ടികളെ വളർത്തുന്നതിന് ഇടയിലുള്ള നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും ടീച്ചർ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ടീച്ചർക്ക് ഇടപെടാനുണ്ട്. ഇനിയും അത്തരം നല്ല കാര്യങ്ങൾ ടീച്ചർ ചെയ്യാനുണ്ട്. വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീന രാജു, ICDS സൂപ്പർവൈസർ ദീപ്തി, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ജുമാന, ഗ്രാമപഞ്ചായത്ത് അംഗം മുരളീധരൻ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ സത്താർ മാസ്റ്റർ, അഹമ്മദ് കുട്ടി മാസ്റ്റർ, ലോഹിതാക്ഷൻ, ഹയർനിസ, വീനിഷ, സുജാത, മേരി, ആശാവർക്കർ സുധീന, CDS മെമ്പർ ആമിന ഷംസുദ്ദീൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രന്യ ബിനീഷ്, കമ്മിറ്റി അംഗം സുസി ബെന്നി, രാഗി രഘു എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.